അപ്പോൾ ഓട്ടോമൻസിനെ ബ്രിട്ടൻ നേരിടുകയാണ്. ഇവിടെയാണ് സയനിസ്റ്റുകൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ഓട്ടോമൻസിന്റെ കയ്യിൽ നിന്ന് പലസ്തീൻ പിടിച്ചെടുക്കുകയാണെങ്കിൽ ആ ഭൂമി ഞങ്ങൾക്ക് തരണമെന്ന് അവർ ലോബി ചെയ്യും. അപ്പോൾ ഒരു ബ്രിട്ടീഷുകാരും ശരി നിങ്ങൾക്ക് തരാം. രണ്ട് ഫ്രാൻസ് ആയിട്ട് ഒരു ട്രീറ്റ് ഉണ്ടായത്, സൈസ് പീക്കോ അഗ്രിമെന്റ് എന്ന് പറയുന്ന അഗ്രിമെന്റ്. സൈസ് പീക്കോ അഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിന്റെ അടുത്ത് പറയുന്നത് ഓട്ടോമൻസിനെ തോൽപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കും, സിറിയൻ ലെബനോണും നീർത്തും. അതാണ് ഫ്രാൻസ് ആയിട്ട് ഉണ്ടാക്കുന്ന ട്രീറ്റ്. റഷ്യ ആയിട്ട് ഒരു ട്രീറ്റ് ഉണ്ടാക്കുന്നത്, മൂന്നാമത് ഒരു ട്രീറ്റ്. റഷ്യയോട് പറയുന്നത് ഇറാൻ ഹ്യൂജ് ലാൻഡ് മാസ്, കാസ്പിയൻ കടൽ വഴി നിങ്ങൾ റഷ്യ ഇറാന്റെ നോർത്തേൺ സൈഡ് പിടിക്കുക, നമ്മൾ സദേൺ ഈജിപ്തിൽ നിന്ന് ഞങ്ങൾ സദേൺ സൈഡ് ആക്രമിച്ച് പിടിക്കുക. സോ ലെറ്റ്സ് നമുക്ക് ഭാഗിച്ചെടുക്കാം, ഇറാനെ നമുക്ക് ഭാഗിച്ചെടുക്കാം. അവരുമായിട്ട് അങ്ങനെ ഒരു എഗ്രിമെന്റ്. അപ്പൊ ഇത് ബോൾഷെവിക് വിപ്ലവം നടന്നിട്ടില്ല, അതായത് അവിടെ ഇപ്പോഴും സാറ് തന്നെയാണ്, ഇമ്പീരിയൽ റഷ്യ തന്നെയാണ്. അവര് ഓക്കെ എന്ന് പറയും. ഇനി നാലാമതൊരു വേറൊരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഹെജാസിന്റെ ഭരണാധികാരിയായിരുന്നുള്ള ഹുസൈൻ ബിൻ അലി എന്ന് പറയുന്ന രാജാവ്. അത് രാജാവ് എന്നല്ല, അവര് ഓട്ടോമൻ എംപയറിന്റെ അടിയിൽ കടന്നൊരു അണ്ടർലോഡാണ്. അത് അവരുടെ ഓവർലോഡ്സ് എന്ന് പറയുന്നത് ഓട്ടോമൻസ് ആണ്. ഞങ്ങൾക്ക് എന്ത് വരും, അത് പറഞ്ഞ് സിറിയ തൊട്ട്, അതായത് പഴയ ഹാഷമൈറ്റ് എംപയർ, ഇവര് ഹാഷമൈറ്റ്സ് ആണ്, പഴയ ഹാഷമൈറ്റ് ഡൈനാസ്റ്റി കൺട്രോൾ ചെയ്തിരുന്ന ഫ്രം സിറിയ ടു യമൻ വരെ നിങ്ങൾക്ക് ഞങ്ങൾ എഴുതിത്തരാം. അപ്പോ കോൺട്രഡിക്റ്റിംഗ് ആണ്, ഈ 4 പേരോടും പറയുന്ന സാധനങ്ങളും കോൺട്രഡിക്റ്റിംഗ് ആണ് ബ്രിട്ടീഷുകാർ. ആൻഡ് ദേ വെരി സക്സസ്ഫുൾ. അവർ യുദ്ധം ജയിക്കുന്നു, അവർ ടെറിട്ടറി എല്ലാം പിടിച്ചെടുക്കുന്നു. ബട്ട് ബോൾഷെവിക് വിപ്ലവം നടക്കുമ്പോൾ റഷ്യൻസ് ഇതിന്റെ ഈ സൈസ് പീക്കോ അഗ്രിമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ അവർ പുറത്തു വിടുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ക്ലാഷ് ആവുന്നില്ല. സയനിസ്റ്റ് പറയുന്നില്ല, നിങ്ങൾ ഞങ്ങളോട് ഒരു കാര്യം പറയുന്നു, പിന്നെ ഹുസൈൻ ബിൻ അലിയോട് പറയുന്നു. ഹുസൈൻ ബിൻ പറഞ്ഞു, അല്ല നിങ്ങൾ ഫ്രാൻസിന് സിറിയയും പിന്നെ ലബനോണും കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നിങ്ങൾ എന്ത് തരാന്ന് പറഞ്ഞു. ഈ രീതിയിൽ വരുന്നത്. ഫൈനലി അവർ സെറ്റിൽമെന്റിൽ എത്തുന്നു. ഫ്രാൻസിന് കിട്ടുന്നത് സിറിയൻ, ലബനോൺ, പലസ്തീൻ, മാൻഡേറ്റ് ഓഫ് പലസ്തീൻ എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ വയ്ക്കുന്നു. ഹുസൈൻ ബിൻ അലിക്ക് ജോർദനും, അയാൾക്ക് 2 മക്കളാണ്, അബ്ദുള്ളയും ഫൈസലും. ഫൈസലിന് ഇറാഖും അബ്ദുള്ളയ്ക്ക് ജോർദനും കൊടുക്കും. പിന്നെ അദ്ദേഹത്തിന്റെ മകൻ ആണ് അലി ഇബ്ൻ ഹുസൈൻ, അയാൾക്ക് സൗദി അറേബ്യ അയാളുടെ കാലശേഷം അത് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് ആ സൗദി അറേബ്യ പിന്നീട് സൗദ് ഫാമിലി പിടിച്ചെടുക്കുന്നു. സോ ഇങ്ങനെയാണ് ആ റീജിയനെ ഈ ഇമ്പീരിയൽ പവേഴ്സ് കാർവ് ഔട്ട് ചെയ്ത് അവരുടെ ഇമ്പീരിയൽ ഇന്റൻഷൻസിന് വേണ്ടി, ഓയിലിന് വേണ്ടി, സൂയസ് കനാലിന്റെ കൺട്രോളിന് വേണ്ടി, ഇമ്പീരിയൽ എക്സ്ട്രാക്ഷൻ, അതായത് റിസോഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ആ രാജ്യങ്ങളെല്ലാം വെട്ടിമുറിച്ച് പരസ്പരം കാർവ് ഔട്ട് ചെയ്ത് അവരുടെ ഇഷ്ടത്തിനുള്ള സ്ഥലങ്ങളാക്കി മാറ്റുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇസ്രായേലിനെ പറ്റിയുള്ള ഒരു സീരീസ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഗോ വാച്ച് ആൻഡ് കമന്റ് യുവർ ഒപ്പീനിയൻസ്.